കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണപ്പെടുന്ന പ്രശ്നമാണ് ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം എന്നൊക്കെ പറയപ്പെടുന്നത്. ജനങ്ങളിൽ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ആൻസൈറ്റി എന്നുള്ളത്. ഇത് ഒരു പരിധിവരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് താനും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാം നടക്കുന്ന സമയത്ത് കുട്ടിക്ക് ആൻസൈറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ എക്സാമിനെ അത് സാരമായി ബാധിക്കും. ആൻസൈറ്റി ഉണ്ടായാൽ മാത്രമാണ് ആ കുട്ടി എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പരിധി വരെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറം ഇത് പോയാൽ ആൻസൈറ്റി അവരുടെ ജീവിതത്തെയും അതുപോലെ തന്നെ നമ്മുടെ ജോലിയെയും എല്ലാ തരത്തിലും ബാധിക്കുതാനും. ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം എന്നൊക്കെ പറയപ്പെടുന്നത് ഏത് പ്രായപരിധിയിലും വരാവുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇത് പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നതും. പഠനങ്ങൾ പ്രകാരം ആൻസൈറ്റി ഡിസോർഡർ പലതരത്തിലുമാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാനിക് ഡിസോർഡർ. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ടെൻഷൻ വരുമ്പോഴത്തിന് ഭയങ്കര നെഞ്ഞുവേദന, ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട്, ഹൃദയമിടിപ്പ് കൂടുന്നു. ഇതൊക്കെ കാരണം അവർക്ക് പുറത്തു പോകാനൊക്കെ ഒരു പേടി എന്നുള്ളതൊക്കെയാണ് പാനിക് ഡിസോർഡർക്കാരെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. അടുത്തതായി പൊതുവെ അധിക പേരിലും കാണപ്പെടുന്ന ഒരു ആൻസൈറ്റി ഡിസോർഡറാണ് സോഷ്യൽ ഫോബിയ എന്നുള്ളത്. അതായത് സോഷ്യൽ ഫോബിയ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യുന്നത്, മിങ്കിൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര പേടിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റിപ്പോവുക, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരതിനെക്കുറിച്ച് ഓവറായി വിലയിരുത്തുക, ഞാൻ സദസ്സിൻ്റെ മുന്നിൽ സംസാരിച്ചാൽ അത് മോശമല്ലേ, ഞാൻ പറയുന്നത് തെറ്റിപ്പോവുക, അങ്ങനത്തെ ഒരുപാട് ചിന്തകളായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവുക. അത് കാരണം അവർ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കുറക്കുകയും ഒരു പൊതു സദസ്സിൽ സംസാരിക്കുന്നത് കുറക്കുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അടുത്തൊരു ആൻസൈറ്റി ഡിസോർഡറാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയപ്പെടുന്ന OCD. അതായത് പേരിൽ നിന്ന് വ്യക്തമാക്കുന്നത് പോലെ തന്നെ അവർക്ക് ഒബ്സഷനും കമ്പൾഷനും ഒരേ സമയത്ത് വരിക. അത്തരം ആളുകൾക്ക് ഒബ്സഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരാളുടെ മനസ്സിലേക്ക് അവരുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവരറിയാതെ പല ചിന്തകൾ, ചിത്രങ്ങൾ, പല ഇമ്പൾസീവ്സ് ഒക്കെ കടന്നു വരുന്നതിനെയാണ് ഒബ്സഷൻസ് എന്ന് പറയുന്നത്. ഇനി കമ്പൾഷൻ എന്നുള്ളത് ഈ ഒരു ചിന്തകളുടെയും ഈ ഒരു ചിത്രങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് അവർ ഒരുപാട് ആക്ഷൻസ് ചെയ്യുന്നതാണ് കമ്പൾഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്സഷൻ അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തോട്ട് വന്നാൽ അത് വീണ്ടും വീണ്ടും ചിന്തിച്ച് കൂട്ടി അതുപോലെ വീണ്ടും വീണ്ടും ആക്ഷൻസ് സാധാരണഗതിയിൽ കാണപ്പെടാറുള്ളതാണ്. അതായത് ഡോർ ലോക്ക് ചെയ്തുകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, ഗ്യാസിൻ്റെ സ്റ്റൗ ഓഫ് ആക്കിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, കൈ വാഷ് ചെയ്തത് ക്ലീൻ ചെയ്തുകണമെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ പ്രവണതകളൊക്കെ അവരിൽ സാധാരണ കാണപ്പെടാറുള്ളതാണ്. ഇത് ആക്ഷൻസ് ഇല്ലാതെ ഒബ്സഷൻസ് മാത്രമുള്ള ആളുകളെയും കാണപ്പെടാറുണ്ട്. ഇനി അടുത്തൊരു വിഭാഗമാണ് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്നുള്ളത്. ഇത്തരം ആളുകൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും തന്നെ വിട്ടേച്ച് പോവുക, അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും ക്ലോസ്നെസ് ആയിട്ടുള്ള ആളുകൾ എന്നെ ഇട്ട് പോവുക, അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊക്കെ ചിന്തകൾ കാരണം ചിന്തകളോട് കൂടി ജീവിക്കുന്ന ആളുകളാണ് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറുള്ള ആളുകൾ. ഇനി നെക്സ്റ്റ് ആണ് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്നുള്ളത്. അതായത് എന്തെങ്കിലും ആൽക്കഹോള് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആൻസൈറ്റി ഡിസോർഡർ വരുന്ന ആളുകളെയും കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ആൻസൈറ്റി ഡിസോർഡറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസോർഡറാണ് PTSD, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ളത്. ഒരു ട്രോമ സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചതിന് ശേഷം ആളുകളിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ്സിനെയാണ് PTSD എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം മുമ്പുണ്ടായ വയനാടുണ്ടായ ഉരുൾപൊട്ടലൊക്കെ. അതിനുശേഷം അത് കണ്ടു നിന്നവരും അത് അനുഭവിച്ചും എത്രയോ പേരുണ്ടാവും PTSDക്കൊക്കെ ഇരയായിട്ടുള്ളവർ. അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ശേഷം ഇനിയും അതുപോലെ സംഭവിക്കോ, ആ ഒരു ഫ്ലാഷ് ബാക്കോട് കൂടി ജീവിക്കുന്ന ആളുകളാണ് PTSDക്കാർ. ആൻസൈറ്റി ഡിസോർഡറുള്ള ആളുകളിൽ സാധാരണഗതിയിൽ കാണപ്പെടുന്ന കുറച്ച് ലക്ഷണങ്ങളായാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയപ്പെടുന്നത് താൻ മരിച്ചു പോവുക, തനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ, ക്യാൻസർ പോലുള്ള എന്തെങ്കിലും മഹാമാരികൾ വരുമോ എന്നുള്ളതൊക്കെ ഇത്തരം ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, ശ്രദ്ധക്കുറവ്, വയറിന് അസ്വസ്ഥത, തലചുറ്റൽ, രക്തസമ്മർദ്ദം കൂടുതൽ, ഹൃദയമിടിപ്പ് കൂടുതൽ, ശരീരവും മനസ്സും വേറിട്ട് നിൽക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഇത്തരം ആളുകളിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്നതാണ്.
ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങളിൽ 3 അതിൽ കൂടുതലോ ലക്ഷണങ്ങൾ 6 മാസം തുടർച്ചയായി കാണപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ അപ്രോച്ച് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. കാരണം 3 അതിലധികമോ ലക്ഷണങ്ങൾ 6 മാസത്തിൽ തുടർച്ചയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസൈറ്റി സ്പെക്ട്രത്തിൽ പെട്ട ഏതെങ്കിലും ഡിസോർഡർ ആണെന്നുള്ളത് സംശയിക്കാവുന്നതാണ്.